JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം, ആ ചിത്രത്തിന് നേരെ വാള ഓങ്ങിക്കൊണ്ട് കത്രിക വെച്ച് വെട്ടി നശിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസും ഇല്ലാത്ത ഒരു ബോർഡായിട്ട് എങ്ങനെ കലയെ നശിപ്പിക്കാമെന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ സർ? കഷ്ടമല്ലേ ഈ സാഹചര്യം? എന്തൊക്കെയായാലും ഒരു 5 കോടി രൂപ മുടക്കിയാൽ കിട്ടാത്ത പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് കിട്ടി. ആദ്യ ദിവസം ആ സിനിമയ്ക്ക് എല്ലാ തിയേറ്ററിലും വൻ ആൾക്കൂട്ടമായിരിക്കും, ഹൗസ്ഫുള്ളായിരിക്കും. എന്തായാലും സുരേഷ് ഗോപി, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സുരേഷ് ഗോപിയുടെ സിനിമ വൻ ഹിറ്റാകാൻ മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? 94-96 കട്ടാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. ജാനകി എന്ന പേര് മാറ്റണം. ജാനകി എന്ന് പറയുന്ന പേര് ഇത്രയും സ്ഥലത്ത് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റണം. കാരണം അത് സീതാദേവിയുടെ പര്യായപദമാണ് ആ പേര് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സമരക്കാർ പട്ടാളം ജാനകി തുടങ്ങി അങ്ങനെയുള്ള പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടാണ് സമരം ചെയ്തത്. അക്കാലഘട്ടത്തിൽ ഇത്രയും വർഗീയതയോ ആത്മീയതയോ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. മറുഭാഗം പറയുന്നു, ഇത് സിനിമയ്ക്ക് പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമാണെന്നും പറയുന്നവരുണ്ട്. ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചേർന്ന് ട്രിവാൻഡ്രത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുമ്പിൽ വലിയൊരു സമര കോലാഹലം നടത്തി. ഒരുപാട് പേര് പ്രസംഗിക്കാൻ വന്നു. കെ മുരളീധരൻ വന്നു, ബിനോയ് വിശ്വം വന്നു, ഒരുപാട് പ്രശസ്തർ വന്നു. എന്നാൽ ആ സിനിമയുടെ പിന്നണിയിലോ മുന്നണിയിലോ പ്രവർത്തിച്ച ആരും വന്നില്ല. സുരേഷ് ഗോപി തിരക്കുണ്ടായിരിക്കും, മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, അങ്ങനെ പോയിരിക്കാം. അതിൻ്റെ സംവിധായകൻ വന്നില്ല, നിർമ്മാതാവ് വന്നില്ല, സാങ്കേതിക പ്രവർത്തകരാരും വന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ സമരം ചെയ്തവർ അത് ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവരോട് കാരണം അന്വേഷിച്ചിട്ടുണ്ടോ? അതോ അവരെന്തിനാണ് ഒളിഞ്ഞിരിക്കുന്നത്? അവിടെയാണ് ജനങ്ങൾക്ക് സംശയം വരുന്നത്, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണോ എന്ന്. കാരണം സത്യം അതാണെന്നറിയില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് സെൻസർ ബോർഡിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതാണെന്നൊക്കെ പറയുന്ന ചില കെട്ടുകഥകളാണോ കേട്ടുകേൾവികളാണോ ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെയും പറയുന്നുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണെന്നിരിക്കട്ടെ. ഹൈക്കോടതി ജഡ്ജിയും റിവൈസിംഗ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരും വന്ന് ഈ സിനിമ എറണാകുളത്ത് കണ്ടതിന് ശേഷം ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്, പേര് കട്ട് ചെയ്യണ്ട, എന്നാൽ ജാനകി വി എന്നാക്കണം. ജാനകി വിദ്യാധരൻ എന്നാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേരത്രയും. ജാനകി വി എന്നാക്കണം. സുരേഷ് ഗോപിയുടെ കഥാപാത്രം അതിൽ ക്രിസ്ത്യൻ കഥാപാത്രമാണ്. ആ ക്രിസ്ത്യൻ കഥാപാത്രം ജാനകി എന്ന് വിളിച്ചാൽ ആ കമ്മ്യൂണൽ ഹാർമണി തകർന്നു പോകുമെന്നാണ് പറയുന്നത്. ഞാൻ ജഡ്ജസിനെ അല്ല കുറ്റം പറഞ്ഞ കേട്ടോ, വിധിയാണ്. നമുക്ക് വിധിച്ച വിധിയെക്കുറിച്ച് കുറ്റം പറയാം, വിധിച്ച ജഡ്ജിയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ജഡ്ജിയെ ഞാൻ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷേ ആ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ പരിഹാസ്യമായിട്ടാണ് തോന്നുന്നത്. ജാനകി ബി എന്ന് മാറ്റിയാൽ ജാനകി എന്ന പേര് മാറും. പിന്നെ കോടതിയിൽ സുരേഷ് ഗോപി ജാനകിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് മാറണമത്രേ, ജാനകി ഫോൺ കാണാറുണ്ടോ, ഫോൺ വീഡിയോസ് കാണാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ഡയറക്റ്റ് അങ്ങനെ ചോദിക്കേണ്ട, അത് മ്യൂട്ട് ചെയ്യണം, അല്ലെ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ കാലഘട്ടത്തിൽ, ഈ നവീന കാലഘട്ടത്തിൽ കോടതി മുറിയിൽ ഒരു അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയോട് നീ ഫോൺ വീഡിയോ ഫോൺ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്നത്? അതെങ്ങനെയാണ് ആത്മീയതയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് ഒരു ദേവിയെ പരിഹസിക്കുന്നതിന് തുല്യമാവുന്നത്? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് സെൻസർ ബോർഡിനെയോ കേന്ദ്ര സർക്കാരിനെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞതെന്നും ഇങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചെന്നും എനിക്കറിയില്ല. സാർ, അങ്ങനെ തകരുന്ന ഒരു കമ്മ്യൂണൽ ഹാർമണി ആണെങ്കിൽ അത് തകരട്ടെ എന്ന് വെക്കണം. എന്നിട്ട് ഈ നാട് മുടിയണം, നശിക്കണം. വിനീതമായിട്ടുള്ളൊരു അഭിപ്രായം. കാര്യം അങ്ങനെ തകരാൻ നിൽക്കുന്ന ഒരു നാട് നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നേ പറയാനുള്ളൂ സർ. അല്ല, ശരിയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് കോടതി അലക്ഷ്യമാണോ ഞാൻ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ആ ജഡ്ജിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ആ ജസ്റ്റിസിനെ ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയായിരിക്കാം. പക്ഷേ ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംശയമുണ്ട്. ഇനി സെൻസർ ബോർഡ് 94-96 കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട, ഒറ്റ കട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ഒരു ആശ്വാസമുണ്ടായേക്കാം. അത് ശരിയാണ്. പക്ഷേ അതും ശരിയാണോ? അതാണ് എനിക്ക് ഈ സമൂഹത്തോട് ചോദിക്കാനുള്ളത്. എന്താണ് ജാനകി ബി എന്നാക്കിയാൽ സീതാദേവിയുടെ പര്യായമല്ലാതായി മാറുമോ?
ജനകൻ്റെ മകളാണ് ജാനകി. അപ്പോൾ ആരോ ചോദിച്ച പോലെ അവർക്ക് ജാനകി ജി എന്നാക്കാൻ പറ്റുമോ, ജാനകി ജനകൻ എന്ന് ഒരു ട്രോള് ഞാൻ കണ്ടതാണ്. ഇത് എന്താണ് പറയുക, ഇനി കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്കാണ്, ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്കാണോ പോകേണ്ടത്? സംഘടനകളെല്ലാം ആ നിർമ്മാതാവിനോടും അതിന് സാങ്കേതിക പ്രവർത്തനത്തോടും പറയുന്നു, നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, നിങ്ങളങ്ങനെ മ്യൂട്ട് ചെയ്യാനോ വി എന്ന പേരിൻ്റെ കൂടെ ചേർക്കാനോ സമ്മതിക്കരുത്, നിങ്ങളതിനു വേണ്ടി അടരാടണം, പോരാടണം. കാരണം ഇത് വരും തലമുറയ്ക്കുള്ള ഒരാഹ്വാനം കൂടെയാണ്. നാളെ ഇത് ആവർത്തിക്കാം, നാളെ ഇത് തന്നെ തുടരാം. അപ്പോൾ ഭയപ്പെട്ട്, ഇപ്പോൾ ഞാൻ പറയുകയാണ്, സിനിമ ചെയ്യുമ്പോൾ എന്ത് പേരിടണം എന്ന് പോലും ഭയപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയൻ പറഞ്ഞതുപോലെ അങ്ങനെ തകർന്നു പോകുന്നതാണ് കമ്മ്യൂണൽ ഹാർമണിയെങ്കിൽ തകരട്ടെ. നമ്മൾ എന്തിനീ ഈ ഭാരതത്തിൽ ജീവിക്കണം? ഇവിടെ എല്ലാ മതങ്ങളും ഒന്നു ചേർന്ന് യാതൊരു മതചിന്തകളുമില്ലാതെ അവരുടെ ഉള്ളിൽ മാത്രം മതമുണ്ട്, പുറത്തത് പ്രകടിപ്പിക്കാതെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ പേരുമാറ്റ ശസ്ത്രക്രിയ എന്നാണ് ഞാനത് പറയുക, അത് നടത്താൻ പോകുന്നത്. സർ, ഇന്നത്തെ നിയമവ്യവസ്ഥ പി ജെ ആൻ്റണി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തൂക്കിക്കൊല്ലുമായിരുന്നല്ലോ സർ. പി ജെ ആൻ്റണി ചെയ്തതിന് ശരിയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ദേവിയുടെ മുഖത്തേക്ക് കാക്കിച്ച് തുപ്പിയിട്ട് വെളിച്ചപ്പാട് നടന്നു പോകുന്ന ഇന്നാണെങ്കിൽ തിയേറ്റർ കത്തിച്ചേനെ എന്ന് പറയുന്നവരുണ്ട്. അതിന് ഒരു ഹിന്ദു വിശ്വാസി പറഞ്ഞത്, അത് ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയെങ്കിലും അത് ഈ സമൂഹത്തിൻ്റെ നേരെയാണ് തുപ്പിയത് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അതിനെ ന്യായീകരിച്ചത്. മനസ്സിലായോ? എന്നാൽ ഇന്നാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്റർ കത്തിക്കും. കാരണം അത് സമൂഹത്തിന് മുമ്പിലേക്കാണ് തുപ്പിയത് എന്ന് പറയുന്ന ആഹ്വാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും ആരും എടുക്കില്ല. അവരുടെ ഉള്ളിൽ ദേവിയുടെ മുഖത്തേക്ക് തുപ്പിയെന്നേ വരുള്ളൂ. MD വാസുദേവൻ നായർ മരിച്ചു പോയത് ഭാഗ്യം, അല്ലെങ്കിൽ അദ്ദേഹം വേദനിച്ചേനെ ഇപ്പോൾ ഈ ജാനകിയുടെ പേരുമാറ്റം എന്ന് പറയുന്നത്. കാരണം അന്ന് ശക്തമായ തൂലിക കൊണ്ട് അങ്ങനെ എഴുതാൻ കഴിവ് കാണിച്ച MD വാസുദേവൻ നായർ, ശക്തമായി അഭിനയിക്കാൻ ധൈര്യം കാണിച്ച പി ജെ ആൻ്റണി, MD സാറിൻ്റെ ആ സംവിധാനം, ആ ധൈര്യം ഇന്നത്തെ തലമുറയ്ക്ക് ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം പല സ്ഥലത്തും വിരൽ ചൂണ്ടുകയാണ്, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എങ്ങനെ എടുക്കാൻ കഴിയില്ല. കാരണം എടുത്താൽ ഒരു ഭാഗത്ത് സെൻസർ ബോർഡ്, ഒരു ഭാഗത്ത് ജാതിമത വർണ്ണവെറിയന്മാർ, ഇങ്ങനെ ചുറ്റിലും തോക്കും കടാരയുമായി നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ഒരു കലാകാരൻ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ വിലങ്ങിട്ട കലാപ്രവർത്തനം നടത്തേണ്ടി വരികയാണ്. സിനിമയും കലാരൂപമാണല്ലോ. സിനിമയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും? പ്രതിഭാധനരായ എത്രയോ സംവിധായകർ എന്തെല്ലാം ആശയങ്ങൾ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കഥാപ്രസംഗത്തിലൂടെയും നാടകങ്ങളിലൂടെയും പറഞ്ഞിരുന്നു. ഇന്ന് കുറച്ചുകൂടെ ജനകീയമായ കലയിലൂടെ എന്തെല്ലാം വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന തമിഴ് സംവിധായകൻ തണ്ണീർ എന്നൊക്കെ പറയുന്ന പടം, അത് എത്രയോ ആശയസമ്പുഷ്ടമായിരുന്നു. ഇവിടെ എത്രയോ പൊളിറ്റിക്കൽ സറ്ററുകൾ വന്നിട്ടുണ്ട്. പഞ്ചവടിപ്പാലം എന്ന് പറയുന്നൊരു സിനിമ ഇന്നാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. മറ്റ് ചിലരുടെ സാമ്യം തോന്നുന്നു ആ കഥാപാത്രങ്ങൾക്കെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കാതെ വരുമായിരുന്നു. അപ്പോൾ KG ജോർജിനെ പോലെയുള്ള പ്രതിഭാധനർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് നന്നായി. അല്ലെങ്കിൽ അവരൊക്കെ ഇന്നിരുന്ന് വേദനിച്ചേനെ. കാരണം ഈ അവസ്ഥ കാണുമ്പോൾ ഈ കേരളത്തിലാണല്ലോ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ആ പ്രതിഭാധനർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം എത്രയോ മഹത്തരമായിരുന്നു. മനസ്സും മനസാക്ഷിയുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, മതചിന്തകരുണ്ടായിരുന്നു, വിശ്വാസികളുണ്ടായിരുന്നു. ഇന്നത് മാറി. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? മതത്തിൻ്റെ കീഴിൽ നിൽക്കുന്നതാണോ? അല്ല, അവൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ് വിശ്വാസം. അവൻ്റെ ഉള്ളിലുണ്ടാവേണ്ടതാണ് സ്പിരിച്വാലിറ്റി. ഇപ്പോൾ സീതാദേവിയെ ആരാധിച്ചോളൂ. സീതാദേവിക്ക് എത്ര പര്യായ പദങ്ങളുണ്ട്? വിഷ്ണുവിനും ശിവനും എത്ര പര്യായ പദങ്ങളുണ്ട്? ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പറയാണ് ഇനി ഞങ്ങളുടെ വിശുദ്ധരുടെ പേരിടാൻ പാടില്ല. മുസ്ലിംസ് പറയാണ് മുഹമ്മദ് എന്ന് പറയുന്നൊരു പേരിടാൻ പാടില്ല. ചിലപ്പോൾ അത് പറഞ്ഞേക്കാം, ഞാൻ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ സംഭവിച്ചു കൂടായികയില്ല. അത്രയും വർഗീയ വെറിയന്മാർ ജീവിക്കുന്ന ഈ കേരളത്തിൽ ഇനി സിനിമ എടുക്കാനും കഴിയില്ല,
മീശ എന്ന് പറയുന്ന നോവൽ എഴുതിയപ്പോൾ അതിന് മാതൃഭൂമിയിൽ നിന്നും ഒഴിവാക്കിയില്ലേ? പിന്നീട് അത് പുസ്തകമായി. ഈ സമൂഹത്തിൽ നമ്മളിന്ന് ജീവിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഭഗവത്ഗീതയും കുറേ മുലകളും എന്നാണ്. അതെ, അത് ഇന്നായിരുന്നെങ്കിൽ ബഷീറിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ബഷീറിനെ വെട്ടിക്കൊന്നനെ ആ അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. നമ്മൾ പഴയ കാലഘട്ടം കഴിഞ്ഞു, പുതുതലമുറ, പുതിയ കാലഘട്ടം, ഇതൊക്കെ പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ആ വൈക്കം മുഹമ്മദ് ബഷീറും എൻ ടി വാസുദേവൻ നായരും ഒക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം എത്ര മഹത്തരമായിരുന്നു, മനോഹരമായിരുന്നു. ഇനിയെങ്കിലും പഠിക്കുക, ഈ സമൂഹമേ കേൾക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.